വീടുകളിലാവട്ടെ റോഡരികിലാവട്ടെ വൃത്തിയുള്ള പുണ്യ റസൂല് പറയുമായിരുന്നു, അല്ലാഹു എനിക്ക് തന്ന പ്രത്യേകതകളിൽ ഒരു പ്രത്യേകത, എനിക്കും എന്റെ അനുയായികൾക്കും അല്ലാഹു ഭൂമിയെ പരിശുദ്ധമായതായി അല്ലാഹു എനിക്ക് മാറ്റിത്തന്നിരിക്കുന്നു. വൃത്തിയുണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് അവിടെ നിസ്കരിക്കാം. മണ്ണ് പ്രശ്നമല്ല, മണ്ണ് ശുദ്ധിയുള്ള സാധനമായിരിക്കാം, അവിടെ നജസ് ഇല്ലാതിരുന്നാൽ മതി. ഇതിലിപ്പോ ഒരു നായ ഇന്നലെ രാത്രി പോയിട്ടുണ്ടാവുക, അത് വസ്വാസാണ്, ആലോചിക്കണ്ട. അത് പോകാതെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, കുഴപ്പമില്ല, അത് വൃത്തിയുള്ള ഇടം, അല്ലാഹു അക്ബർ, നിസ്കരിച്ചോ, കുഴപ്പമില്ല. അതാണ് നിസ്കരിക്കാൻ സ്ഥലം കിട്ടിയതെങ്കിൽ. വെറുതെ വസ്വാസം തോന്നരുത് എന്നാണ്. പെണ്ണുങ്ങളുടെ പുര മുഴുവൻ ഡെയിലി കഴുകുന്നവര്, അല്ല നായങ്ങാനും സിറ്റൗട്ടിൽ കയറി പോയിട്ടുണ്ടാകോ, അപ്പൊ ആ ചവിട്ടിയെടുത്ത് രാവിലെ വന്ന ആ മനുഷ്യൻ ചവിട്ടിയിട്ട് അപ്പൊ അയാൾ ഉള്ളിൽ വന്നല്ലോ, അപ്പൊ അവിടെ ചവിട്ടിന്റെ കുട്ടിന്റെ ബെഡ്റൂമിൽ അങ്ങനെ കട്ടിലടക്കം കഴുകും രാവിലെ മുതൽ വൈകുന്നേരം വരെ. എന്താ പരിപാടി? വസ്വാസ്. അത് പ്രാന്താണെന്നാ. ഓൽക്ക് നിസ്കാരം വരെ നിർബന്ധം ഉണ്ടാവില്ല. തലക്ക് സുഖമില്ലാത്ത പരിപാടിയല്ലേ ഇത്. അല്ലാമ ബാഖില്ലാനി തങ്ങളോട് ഒരു മനുഷ്യൻ പറഞ്ഞു എന്നാ, ഞാൻ പുഴയിൽ പോയി കുളിച്ചിട്ട് പോലും എന്റെ ഒതു ശരിയായി എനിക്ക് തോന്നണില്ല, ഞാൻ എന്താ കാട്ടുക? ഒന്ന് പൊന്നു സഹോദരൻ, ഞങ്ങൾക്ക് നിസ്കാരം നിർബന്ധമുണ്ടെന്ന് ആരാ പറഞ്ഞെന്ന് ചോദിച്ചു. ഭൂമിയെ അള്ളാഹു എനിക്ക് ശുദ്ധിയാക്കി തന്നിരിക്കുന്നു. കണ്ണിൽ നജസ് കാണുന്നുണ്ടോ, ആ നജസിനെ അവിടെ നിന്ന് നീക്കി വൃത്തിയാക്കിയാൽ അവിടെ നിസ്കരിക്കുകയും ചെയ്യാം. നജസ് ഉണ്ടെങ്കിൽ മാറി വൃത്തിയുള്ളിടത്തേക്ക് മാറണം. നജസ് ഇല്ലേ ഉണ്ടാവോന്ന് പിന്നെ വെറുതെ എന്ത് വസ്വാസാവരുത്. ഭൂമി ജീവിക്കാൻ പറ്റില്ല പിന്നെ.